ഇവിടെ ഏതെല്ലാം ഹിന്ദു സമുദായത്തിലെ സമുദായ സംഘടനകളുണ്ട്. ആ സംഘടനകളെക്കുറിച്ചൊന്നും പെട്ടെന്ന് വർഗീയത എന്നറിയാറില്ലല്ലോ. അതിൽ ചില നേതാക്കൾ വർഗീയതകൾ വിളമ്പുമ്പോൾ അത് വർഗീയമാണെന്ന് എല്ലാവർക്കും തിരിയും. അങ്ങനെ പറയുന്നത് ഒറ്റപ്പെട്ട് ആ നേതാക്കളുടെ പ്രസ്താവനകളെയാണ്. ആ പാർട്ടി, ആ സംഘടന വർഗീയ സംഘടനയാണ്, ഈ വർഗീയ സംഘടനയാണ് എന്ന് ഇവിടെ SNDPയെ കുറിച്ചോ NSSനെ കുറിച്ചോ അതുപോലുള്ള സാമുദായിക സംഘടനകളെക്കുറിച്ചോ ഒന്നും പറയാറില്ല. അതൊന്നും വർഗീയ പാർട്ടി എന്നുള്ള രീതിയിൽ വിലയിരുത്താറുമില്ല. അതേ നയം തന്നെ വാസ്തവത്തിൽ മുസ്ലിം സംഘടനകളും സ്വീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം സംഘടനകളെ നിരക്ക് മുന്നണികൾ പിന്നെ വോട്ട് കിട്ടുന്നതിൻ്റെ സ്ഥിതിക്കനുസരിച്ചൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അതുപോലെ പറയുമ്പോൾ മറിച്ചുള്ള മുന്നണി അതിൻ്റെ മറുപടിയും പറയും. അത് സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ പോയിക്കൊള്ളും. മുസ്ലിം സംഘടനകൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അംഗീകരിക്കാവുന്നിടത്തോളം അംഗീകരിച്ചും പരമാവധി രാജ്യത്തിൻ്റെ സ്വഭാവവും രാജ്യത്തെ ഇന്നത്തെ വർഗീയതയുടെ ഈ ആഴത്തിലുള്ള വേരോട്ടവും സ്വാധീനവുമൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അതിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാത്ത വിധം, ഭിന്നിപ്പുണ്ടാക്കാത്ത വിധം, സമുദായങ്ങളെ തമ്മിൽ അകറ്റാത്ത വിധം, അതിന് പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും ഇടപെടാതെ സംഘങ്ങളെ മാനിച്ചും പരസ്പരം ബഹുമാനിച്ചുമാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് നമ്മുടെ പക്ഷം. ആ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല മുസ്ലിം സംഘടനകൾക്ക് തൗഫീഖ് നൽകട്ടെ.